ഈ സമയവും കടന്നുപോകും. പണ്ട് അതിമനോഹരമായ ഒരു രാജ്യത്ത് ആദിത്യൻ എന്നൊരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് മാധവൻ എന്ന പേരിൽ ഒരു വിവേകിയായ മന്ത്രിയുമുണ്ടായിരുന്നു. എല്ലാ ദിവസവും അവർ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ നടക്കാൻ പോകുമായിരുന്നു. ഒരു ദിവസം നടക്കുമ്പോൾ രാജാവ് മാധവനോട് പറഞ്ഞു, മന്ത്രി, എനിക്കൊരു പ്രത്യേക സന്ദേശം വേണം. അത് സന്തോഷമുള്ളവരെ ദുഃഖിതരാക്കുകയും ദുഃഖിതരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നായിരിക്കണം. മന്ത്രി മാധവൻ രാജാവിന്റെ വാക്കുകൾ കേട്ട് ആഴത്തിൽ ചിന്തിച്ചു. അങ്ങനെയൊരു വാക്കു കണ്ടെത്താൻ എളുപ്പമല്ലെന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. അദ്ദേഹം കണ്ണടച്ചു കുറച്ചുനേരം നിന്നു. കുറച്ചുനേരം ചിന്തിച്ച ശേഷം മന്ത്രി മാധവൻ കണ്ണു തുറന്ന് രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റാം. പക്ഷേ എനിക്കൊരു മതിൽ വേണം, ആ സന്ദേശം എഴുതാൻ. രാജാവ് ഒരു മതിൽ കാണിച്ചുകൊടുത്തു. മന്ത്രി മാധവൻ തന്റെ കൈയിലുണ്ടായിരുന്ന ചോക്കെടുത്ത് മതിലിൽ വലിയ അക്ഷരങ്ങളിൽ എഴുതി, ഈ സമയവും കടന്നുപോകും. രാജാവ് ആദിത്യൻ മതിലിലേക്ക് നോക്കി. അദ്ദേഹം ആ വാക്കുകൾ വായിച്ചു. എന്നിട്ട് മുഖത്ത് ഒരു ചെറിയ ആശയക്കുഴപ്പം തോന്നി. ഈ സമയവും കടന്നുപോകും, അദ്ദേഹം സ്വയം ചോദിച്ചു. മന്ത്രി മാധവൻ പുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു, രാജാവേ, ഒരു സന്തോഷമുള്ള വ്യക്തി ഈ വാക്കു വായിച്ചാൽ അവന്റെ സന്തോഷം ശാശ്വതമല്ലെന്ന് അവൻ ഓർക്കും. അത് അവനെ കൂടുതൽ വിനയമുള്ളവനാക്കും. ഒരു ദുഃഖിതനായ വ്യക്തി ഈ വാക്ക് വായിച്ചാൽ അവന്റെ ദുഃഖവും എന്നേക്കുമായി നിലനിൽക്കില്ലെന്ന് അവൻ മനസ്സിലാക്കും. അത് അവന് പ്രത്യാശ നൽകും, അവന്റെ ഹൃദയത്തിൽ സന്തോഷം നിറയ്ക്കും. മന്ത്രി തുടർന്നു. രാജാവ് ആദിത്യൻ മന്ത്രിയുടെ വാക്കുകൾ കേട്ട് അത്ഭുതപ്പെട്ടു. ആ ചെറിയ വാക്യത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയ ജ്ഞാനം അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം മന്ത്രിക്ക് നന്ദി പറഞ്ഞു. ഈ സമയവും കടന്നുപോകും എന്ന ആ വാക്യം രാജ്യമെമ്പാടും പ്രശസ്തമായി. അതെല്ലാവർക്കും സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുപോലെ ആശ്വാസവും മാർഗനിർദ്ദേശവും നൽകി.